നമ്മുടെ എപ്പിസോഡ് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടേ? ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് കലാഭവൻ പ്രജോത്. നമസ്കാരം. കുറച്ചു നാളിന് ശേഷം വീണ്ടും. അതെ 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 അമൃത, ഒരു കാര്യം പറയട്ടെ. ഈ സാധാരണ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുമല്ലോ. ഇന്ന് കോസ്റ്റ്യൂം ഇട്ട് അത് ഇടുക ഊരുക 10 പ്രാവശ്യം ഇട്ട് ഊരി നിൽക്കുകയാണ് ഈ കോസ്റ്റ്യൂം. ഞാൻ പിഷാരടി ഈ ഒരു കോസ്റ്റ്യൂം ആദ്യമായിട്ടാണ് ഞാൻ നോക്കിയപ്പോ പശുവിന്റെ ഡിസൈൻ, പശുവിനെ കണ്ടിട്ടുണ്ടോ വെള്ളയിൽ ഇങ്ങനെ കറക്റ്റ് ഈ പാടുള്ളത്, അതുപോലത്തെ ഡിസൈനാണ് കോസ്റ്റ്യൂമർ തന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഇട്ടു. പക്ഷെ ഞാൻ ഇതിലേക്ക് എതിർത്തന്നെ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒന്നും പേടിക്കാനില്ല, ഉള്ളത് ഇടുക, തട്ടിക്കൊള്ളുക. പക്ഷെ എനിക്ക് ചാക്കോച്ചന്റെ കൂടെ നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുന്നതാണ്, ഷൂവിലൊക്കെ ഒരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താണ്? ഇങ്ങനത്തെ ഷൂ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇതൊക്കെ അങ്ങനെ കിട്ടുന്ന എല്ലാം വാടകയാ. അവനോകൃതി എല്ലാം വളരെ നല്ലതാ. നമ്മൾ ഇടയ്ക്ക് നമ്മള് വഴി കൂടെ പോകുമ്പോ ചില ഹോട്ടലിൽ കയറി ഇടയ്ക്ക് ഒരു ചൈനീസ് തിന്നും, ഇടയ്ക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കും, ഇടയ്ക്ക് വേറെ ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്ന് പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ചോറായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷെ ചില കടയിൽ നിന്ന് ഇടയ്ക്ക് അല്ലാത്തത് മേടിച്ച് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. സംഭവം ശരിയാ. നിങ്ങൾ ഇവിടെ മോട്ടിവേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഈ ഡ്രസ് ഇടുമ്പോൾ മോട്ടിവേഷൻ ഇടാൻ ഞാൻ എപ്പോഴും വരില്ല, അതുകൂടെ ഓർമ്മ. ഇല്ല, മോട്ടിവേഷൻ ഇടയ്ക്കില്ല, അതൊരു സെഗ്മെന്റാ. ഈ മോട്ടിവേഷൻ അല്ല, ഇൻസ്പിറേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. അതെ, ഡ്രസ് ഇടുമ്പോ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ. നിങ്ങൾ രണ്ടും ഒരു ടീമായിട്ട് എന്റെ മുഖത്തേക്ക് കയറുന്നതാണോ? അല്ലേ, അല്ലാതെ വെറുതെ പൂക്കളും കായും ഉള്ള ഷർട്ട് ഉടുപ്പൊക്കെ ആരെങ്കിലും ഇട്ടുണ്ടോ? ഇത് നോക്ക് നിങ്ങൾ, ഈ മരം കണ്ടോ, താഴെ കയറി വരുന്ന മരവ് കണ്ടോ? ഈ ബട്ടൺസിന് തന്നെ കാശ് കൊടുക്കണം. എത്രയോ ബട്ടൺസ് അല്ലേ? ഈ മുത്തും പവിടങ്ങളും പിടിപ്പിച്ച ബട്ടൺ. പിന്നെ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ. ഓക്കെ. ഹലോ. ആര്യമേഡം നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഒരു കുപ്പായിടണം കേട്ടോ. നമ്മള് റൈറ്റ് ആയിട്ടില്ലേ? പിന്നെ ആയിട്ടുണ്ട്. ഇരി കേട്ടോ, തരാം. അപ്പൊ അമൃത, നമുക്ക് അങ്ങോട്ട് ഐശ്വര്യ തുടങ്ങാലോ. ഓക്കെ. അടിപൊളി. അയ്യോ, എന്ത് പറ്റീന്നോ? എന്റെ തലക്ക് പോണോന്ന് വേണ്ട, കണ്ടില്ലേ? എന്ത് കഷ്ടമാണ് ഈ ലോകത്ത്. എന്തൊരു ദ്രോഹമാണ്. രമേശേട്ടാ, നിങ്ങളുടെ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊണ്ടൊക്കെ യാതൊരു കാര്യമില്ല. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഹോസ്പിറ്റലില്. വേഗം വിളിക്കാരാണെങ്കിൽ എന്റെ ഹലോ, സൺറൈസ് ഹോസ്പിറ്റലല്ലേ? ഒരു നഴ്സിനെ ഒന്ന് പെട്ടെന്ന് വിടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മച്ചി, അമ്മച്ചി, ഇവളുടെ തലക്കിട്ട് ആരാണ്ട് പോയിട്ട് ഇത് കണ്ടാ? ഇവരെ വിളിക്കരുതെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ മാനേജർക്കനെ വിളിക്കാം. എടാ ടയർ വാണിയേ. ആരാ അമ്മച്ചി വിളിക്കണത്? ചക്രവാണിനെ ഇംഗ്ലീഷിൽ വിളിച്ചതാ. ടയർ വാണി, ഈ ബേബിയുടെ വീട്ടിലേക്ക് ആരാണ്ട് ബോളറിഞ്ഞു, വേമ്പാ. സഞ്ജു സാംസൺ ചെലപ്പോ ബോൾ കൊണ്ട് അടിച്ചായിരിക്കുള്ളൂ, സിക്സർ അടിച്ചായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും എറിഞ്ഞതായിരിക്കാനാ. ഓഡിയൻസ് ആരെങ്കിലും ആണ് എറിഞ്ഞെങ്കിൽ ഒരു ഒറ്റളത്തിന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. അതെ, ഓഡിയൻസ് ആവൂല. ഓഡിയൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ പിഷാരയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ നിന്റെ മണ്ടയ്ക്കോ അറിയുള്ളൂ. ഇവളുടെ മണ്ടയ്ക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്നാലും എന്റെ ഭാര്യനെ കൊണ്ട് തലക്കിട്ടെറിഞ്ഞത് ആരായാലും ഒരൊറ്റളത്തിന് ഞാൻ വെറുതെ വിടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞു, ആരാന്ന് പറഞ്ഞു. ഇതിലിപ്പോ ആരെ ആശുപത്രി കൊണ്ടുപോകണ്ട? ആദ്യം ഇതിനെ കൊണ്ടുപോകണം, അതിനെ കൊണ്ടുപോകണം. സാറിനൊന്നും പറ്റില്ല, ജീവനുണ്ട്. എനിക്കൊന്നും പറ്റില്ല. സാറിന്റെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞത്. ബോംബാ? ബോളറിഞ്ഞ കാര്യമല്ല പറഞ്ഞത്. ദൈവമേ, ഞാൻ ആശുപത്രിയിലേക്കും ആംബുലൻസും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ നേഴ്സ് എത്തും. അത് മതി, അത് മതി. നേഴ്സ് വന്നിട്ടുണ്ട്.
ഞാനിപ്പോ ചാവും സിസ്റ്റർ. എന്റെ തലയില് മോളൊഴിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കി സിസ്റ്റർ. ഇത് സൺറൈസ് ഹോസ്പിറ്റലിലെ നേഴ്സാ. അതാരായാലും എറിഞ്ഞത് പോക്കണങ്കേടായി ഇപ്പൊ ഈ മാരത്തെ ഏറെ എറിഞ്ഞത് കണ്ണിന് എറിയണമായിരുന്നു. പോവാൻ പറ്റേ നല്ല ആളാ. നമുക്കൊരു MRI സ്കാൻ എടുക്കേണ്ടി വരുമോ വേണ്ട? ഇപ്പൊ ഇവളുടെ പ്രഷറിനെക്കാട്ടി കൂടുതൽ എനിക്ക് പ്രഷറുണ്ട്. അടി ചാന്ദിനി, നീ ഇത് കണ്ടുപിടിക്കുക. ഇതാണ് നേഴ്സ്, അല്ലാണ്ട് കൊതുകിനെ അടിക്കണ ചോര കാണുമ്പോ ബോധം കെട്ടി വീണതല്ല. അതല്ല, പെട്ടെന്ന് സിസ്റ്ററെ. ആ എന്താ പേര്? സാന്ദ്ര. ഇവിടെ ഈ മറ്റേ സിസ്റ്ററെ മാറ്റിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് കൂടുന്നോ? ഓ, എനിക്ക് ജോലിയുണ്ട് സൺറൈസ് ഹോസ്പിറ്റലില്. അതിന് പണിയുണ്ട്, അല്ലാണ്ട് ഇതിന്റെ മാതിരി വെറുതെ ഇരുന്ന് തിന്നല്ല. MRI വല്ലതും എടുക്കേണ്ടി വരുമോ? ഒരു കുഴപ്പമില്ല, ആണല്ലേ? കുഴപ്പമില്ല കേട്ടോ, എല്ലാം നോർമൽ ആണ്. സമാധാനായി. താങ്ക് യു സിസ്റ്റർ. എന്നാലും എന്റെ ഭാര്യയുടെ തലക്കെട്ട് ബോൾ കൊണ്ടെറിഞ്ഞത് ആരാണെങ്കിലും പറഞ്ഞോ? ആരായാലും വെറുതെ വിടൂല സാറേ. 2 പിള്ളേര് വന്നിട്ടുണ്ടല്ലോ. ഹലോ, അവിടെ നിക്ക്. ദേ, 2 പിള്ളേര്. മാമ ഞങ്ങളുടെ ബോള് കണ്ടായിരുന്നോ? നിങ്ങളുടെ ബോളാണോ ഇത്? നീയാണോ ഇത് അടിച്ചത്? നീയാണോ എറിഞ്ഞത്? എന്റെ ഭാര്യയുടെ തലക്കെട്ടാണ് ഇത് കൊണ്ടത്. നീ എവിടെ തീർക്കണം? മാമ ബോള് തരാമോ? ആ കൊടുത്തേര് സാറേ, പിള്ളേരല്ല കൊടുത്തേര്. ഹലോ പിള്ളേരുടെ ബോളാണ് കൊടുത്തരുത്. അറിയാതെ പറ്റിയതേ ബേബി. സാറേ, ആ പിള്ളേര് പേടിച്ചു പോയി. ബേബി, അത് കുഴപ്പമില്ല, കൊച്ചു പിള്ളേരല്ലേ. അതെ. മോനാണോ ബോൾ എറിഞ്ഞത്? ചെയ്ക്കാൻ്റെ കൂട് മിടുക്കനാട്ടാ. അമ്മച്ചി, ആ എന്റെ ഭാര്യയുടെ തലക്കെട്ടാ ബോൾ കൊണ്ടത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതങ്ങ് കൊടുക്കണേ ഇറക്കാം. അവൻ പോട്ടേന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ബോൾ കളിക്കണേന്റെ ഇടയിൽ വന്ന് തലയിൽ കൊണ്ടേനി. ഇപ്പൊ ആ കൊച്ചുങ്ങൾ എന്ത് ചെയ്യാനാണ്? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബോള് എന്തായാലും കൊടുക്കേണ്ട പ്രശ്നമില്ല. എന്റെ ഭാര്യയുടെ തലക്കെട്ട് കൊണ്ടേക്കണതിന്റെ പരിഹാരം അതെനിക്ക് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പടി അവരുടെ പിള്ളേരുടെ കാരണവന്മാരോട് വരാൻ കാരണവരോട് ഞാൻ പറയും. മകളെ, ഒരു കാര്യം ചെന്ന് നിങ്ങളുടെ അച്ഛനെ ആരെന്ന് വെച്ച് വിളിച്ചോണ്ടോ. ഇതിപ്പോ പുള്ളി സമ്മതിക്കുന്നില്ല കേട്ടോ. പിള്ളേരെ വളർത്തുമ്പോഴേ മര്യാദ വളർത്തണം കാരണവന്മാര്. വിളിച്ചോണ്ട് വരും. ചെന്നോ മോനെ, ചെന്നോ. ചെല്. ഞാനും കൊച്ചിനെ വളർത്തേണ്ടതാ. ഞാൻ കാണിച്ചു. നീ എന്തിനാ ചൂടാവണേടാർക്കാ? ഇത് എന്റെ ഭാര്യയുടെ തലക്കെട്ടല്ലേ ഉണ്ടാക്കണത്. നീ 3-ാം ക്ലാസ്സിൽ വെച്ച് എന്റെ നെഞ്ചത്ത് തേങ്ങയ്ക്ക് ഇറങ്ങിയത് ഓർക്കണ്ട. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് ഓർത്തോ. അത് തന്നെ ഇവിടെ കണ്ടസ്റ്റൻസ് വരാനുണ്ടോ? വിളിക്കടി വേണ്ട. ആഹാ, നമ്മുടെ അമ്മച്ചി പറഞ്ഞ പോലെ അടുത്ത കണ്ടസ്റ്റിനെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ലിയ ആൻഡ് ഷാദ്. എന്താ ലിയ കയ്യിലൊരു പെട്ടിയൊക്കെ? എന്താ ഇത് ചേട്ടാ? ഇത് നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മളെ ഈ തമാശ പറയുന്നവരെ നമ്മുടെ മനസ്സിന്റെ വലിപ്പം നമ്മളെ നാട്ടുകാർക്കും കൂടി കാണിച്ചു കൊടുക്കണമല്ലോ. നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയ്ക്ക് അനുസരിച്ച്, പ്രത്യേകിച്ച് ഇത്രയും വിശാല മനസ്കനായ ബേബി സാറിന്ന് തന്നെ ഞാൻ തുടങ്ങിക്കോട്ടെ. തീർച്ചയായിട്ടും പിരിവും തുടങ്ങി നമ്മുടെ ഫ്ലോറിൽ. നല്ല കാര്യം, ചാരിറ്റി അല്ലേ? ചെയ്തോളൂ ലിയ. നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. വിശാലത 500ന്റെ വിശാലത മതിയോ? മതി സാർ. മാഡം, അപ്പൊ എന്റേതും കൂടെ കാർഡ് എടുക്കോ? കാർഡ് അതിനുള്ള ഓപ്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. നോക്കിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ തൽക്കാലം ഇത് എന്റെ കൂടെ ചേർത്താന്ന് വെച്ചോ. ഇതിന്റെ നന്മ കുഞ്ഞിനാ. താങ്ക് യു. രമേശ് ചേട്ടാ, പ്രജോ ചേട്ടാ, ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇത് ഒരു വശത്തിരുന്നോട്ടെ. നമ്മള് സ്റ്റാൻഡപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ട് വെക്കാം. ആയിക്കോട്ടെ. ഞാൻ പല ഹോട്ടലിലൊക്കെ കൗണ്ടർ ഇങ്ങനെ കാണാറുണ്ട്. അതുപോലെ അത് വിട്ടിരുന്നോട്ടെ. ഇനി തൊട്ട് ലിയ ചെയ്തൊരു നല്ല കാര്യത്തിന് എല്ലാവരും ഒരു കൈയടി നമ്മള് ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നേരെ പെർഫോമൻസിലോട്ട് പോവല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ ലിയ. ഒരു മിനിറ്റ്. പണം അടുക്കുംതോറും അകലം കൂടി വരുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് ഒരുപാട്, അതും തേടി. ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ചേച്ചി അതിന്റെ അർത്ഥം? അത് വളരെ തെറ്റായ ഒരു ധാരണയാണെന്നാണ് അതിന്റെ അർത്ഥം. അതെ, പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇത്രയും കാലം നമ്മൾ ഇതും വിശ്വസിച്ച് പൈസ ഇല്ലാതെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല 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 സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? പോട്ടെ, ഇത്തിരി സമാധാനം ഉണ്ടായിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്.
ദാമ്പത്യവും കിടക്കയും തമ്മിലും ബന്ധമുണ്ട്, പണവും സന്തോഷവും തമ്മിലും ബന്ധമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലോണം വിഷമം വരുമ്പോ ഒരു 10 പവന്റെ മാലയും 10,000 രൂപയുടെ പട്ടുസാരി കൊടുത്ത് BMW കാറിലിരുന്ന് കരയുന്ന ഒരു അവസ്ഥ, അത് ആലോചിക്കുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നുന്നില്ലേ? എത്ര നാളായെന്നറിയോ ഞാൻ അങ്ങനെ ഒന്ന് കരയാൻ വേണ്ടി കൊതിക്കുന്നു. ഈ പൈസ ശരിക്കും ഒരു സാനിറ്റൈസർ പോലെയാ. 99% പ്രശ്നങ്ങളെ ഇല്ലാതാക്കും. പിന്നെ ബാക്കിയുള്ള 1% അത് ഈ കാശ് കടം ചോദിക്കുന്നവനെ മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നും പറഞ്ഞ് എങ്ങനെ പറ്റിക്കും, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എങ്ങനെ വെട്ടിക്കും, ഇതൊക്കെയാ. ഈ 1% പ്രശ്നമാണ് നമുക്കിപ്പോ വേണ്ടത്. ബാക്കി 90 നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ? ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ പൈസ ഉള്ളവരെയും ഇല്ലാത്തവരെയും 2 തരത്തിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. പൈസ ഉള്ളവന്റെ ചുറ്റുമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് സൂപ്പർ സ്റ്റാറിന്റെ ജയിലർ ഇറങ്ങുന്ന ഫസ്റ്റ് ഷോ തിയേറ്ററിന്റെ അവസ്ഥയായിരിക്കും. ആളും ബഹളവും ആരവും സന്തോഷം ആർപ്പുവിളിയും മൊത്തം ബഹളമായിരിക്കും. പൈസ ഇല്ലാത്തവന്റെ അവസ്ഥയോ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ ഇറങ്ങിയ അവസ്ഥയാ. ആളും ഇല്ല, ഒരു അനക്കവും ഇല്ല, മൊത്തത്തിൽ ഒരു മൂകത മാത്രം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ സാറേ, അത് അംഗൻവാടിയിലെ അമൃതം പൊടിയാ. അതിന് നമുക്ക് ടീച്ചറോ ആയിട്ട് ഒരു കണക്ഷൻ വേണം, എങ്കിലേ കിട്ടുള്ളൂ. ഈ പൈസ ഇല്ലാത്തവരായി നമ്മൾ വളർന്നതിന്റെ പ്രധാന പങ്ക് നമ്മുടെ വീട്ടുകാർക്കാ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കോടാലി കുളത്തിൽ പോയപ്പോ വനദേവത വന്ന് 3 ഓപ്ഷൻസ് പറഞ്ഞ കഥയും മുട്ടയിടുന്ന താറാവിനെ വെട്ടി കറിവെച്ച കഥയൊക്കെ പറഞ്ഞ സമയത്ത് വല്ല അംബാനിയുടെയോ അദാനിയുടെയോ പോട്ടെ യൂസഫ് അലിയുടെ കഥയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കിസാഫിന്റെ പിന്നാലെ ഓടേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഗവൺമെന്റ് പല പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും ഈ ലോണുകാരാണ് സ്ത്രീകൾക്ക് ഒരു ശക്തിയും വിലയൊക്കെ തന്നത്. 4 പെണ്ണുങ്ങൾ കൂടിയ 2 ലക്ഷം ഉറപ്പാ. 4 ആധാർ കാർഡ്, 4 പാൻ കാർഡ്, ലേശം ഒപ്പ്, ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ലോണ് ചറപറാന്ന് ഇങ്ങോട്ട് വന്നോളും. പിന്നെ ഒപ്പിടാൻ എല്ലാവരും കൃത്യസമയത്ത് വരൂല. ഇവരുടെ ഒപ്പൊക്കെ പിന്നെ അച്ചപ്പവും പാലപ്പവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഇട്ടുവിടും. കുമാരി ചേച്ചീന്റെ കോയും സുശീല ചേച്ചീന്റെ ഷൂയും ഇത് രണ്ടും പക്ഷെ അടുത്തിടൂല. നാറ്റ കേസ്. ഇമാതിരി ഒപ്പിടുന്നതൊക്കെ നല്ല കാര്യമാ. ഈ ലോണ് സത്യം പറഞ്ഞാ 10 അടവേ ഉള്ളെങ്കിലും ഇത് അടച്ചു തീർക്കണമെങ്കിൽ നമ്മൾ 18 അടവ് എടുക്കേണ്ടി വരും. ഇത് അടയ്ക്കാൻ നേരത്ത് നമ്മൾ കാണിക്കുന്ന സർക്കസ് കണ്ടിട്ടാണോ ഇതിന് അടവ് എന്ന് പേരിട്ടതെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും പലിശ കൊടുത്ത് ലോൺ എടുക്കുന്നതെന്ന്. നമുക്ക് ലോൺ തരാൻ ഇവരല്ലേ ഉള്ളൂ, ബാങ്കുകാർ തരുവോ? ബാങ്കുകാരൻ ലോൺ തരുന്നത് പോയിട്ട് സെക്യൂരിറ്റി ഡോറ് തുറന്നു തരണമെങ്കിൽ വരെ നമ്മൾ കൊടുക്കണം. മുന്നാധാരം, പിന്നാധാരം, അടിയാധാരം. ഈ അപേക്ഷയുമായി വന്നിരിക്കുന്ന ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷിപത്രം. പ്രസിഡന്റ് സാക്ഷി പറഞ്ഞാൽ മാത്രം പോരാ, പെറ്റ അമ്മയെ പിടിച്ച് ആണയിടണം ഈ ലിയ ജീവനോടെ ഉണ്ടെന്ന്. ഈ ബാങ്കുകാർ ചില സമയത്ത് ഇങ്ങനെയാന്നേ, ഒരുമാതിരി സ്വഭാവ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ച 160 രൂപയെന്ന് 150 രൂപ സർവീസ് ടാക്സ് എന്ന പേരിൽ പിടിച്ചിട്ട് പിറ്റേന്ന് എനിക്ക് മെസ്സേജ് അയക്കുക, ഹാപ്പി ബർത്ത്ഡേ ലിയ മാഡം. എന്റെ കാലിൽ നിന്ന് പെരുത്ത് വന്ന് അപ്പൊ തന്നെ ഒരു കോള്, മേഡത്തിന്റെ അക്കൗണ്ടിൽ 10 രൂപയെ ബാലൻസ് ഉള്ളൂ, ഈ 10 രൂപയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ബാങ്കോ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല, വീട്ടിലെ കുടുക്കയിലിട്ടാ മതിയെന്ന്. എന്റെ പൈസ കുടുക്കയിലിടണോ കുടത്തിലിടണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ വീട്ടിലെ കടുക് പാത്രത്തിലേ ഇടും. സത്യം പറയാലോ, അന്നേരം തന്നെ ആ 10 രൂപയായ ക്യാഷ് വിഡ്രോ ചെയ്ത് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഈ 10 രൂപ എടുക്കാൻ വേണ്ടി 100 രൂപ ഓട്ടോ കൂലി കൊടുക്കണ്ടേന്ന് ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. ഈ ബാങ്കുകാരെ പോലെ തന്നെയാണ് ATM-ഉം. ചില സമയത്ത് ഇതുപോലൊരു സ്വഭാവം കാണിക്കും. നമുക്ക് ആകപ്പാടെ ഉള്ള ഒരു 100 രൂപ പെട്ടെന്ന് എടുക്കാൻ പോകുമ്പോൾ പറയും 100 രൂപയായിട്ട് ഇതിന് തരില്ല. എന്നാ പിന്നെ എല്ലാവരുടെയും കടം വാങ്ങി 500 ആക്കിയിട്ട് വിഡ്രോ ചെയ്യുമ്പോഴോ 100ന്റെ 5 നോട്ട്. നമ്മളെ ഈ പൈസക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, എല്ലാ പൈസക്കാരും പൈസക്കാരായത് നമ്മുടെ ബേബി സാറിനെ പോലെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് മാത്രമൊന്നുമല്ല. അവർക്ക് പാരമ്പര്യമായിട്ട് പലതും കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിനും മുടി കൊഴിച്ചു. എല്ലാത്തിനും കാരണം എന്റെ അപ്പൂപ്പനാ. പണ്ട് പട്ടച്ചാരായത്തിന് വില കൂടിയപ്പോ സ്വയം പര്യാപ്തനാവാൻ വേണ്ടി വാറ്റ് ബിസിനസ് തുടങ്ങാൻ ഞങ്ങളുടെ തറവാട് സ്ഥലം 365 രൂപയ്ക്ക് പുള്ളി മറിച്ചു വിറ്റു. ഇന്ന് ആ സ്ഥലത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ലുലുമാള്. ഈശ്വര ഭഗവാനെ, എന്റെ അപ്പൂപ്പൻ ഒന്നും വരുത്തല്ലേ. അങ്ങനെ ചാരായം ബിസിനസ് തുടങ്ങി 8-ാം ദിവസം 8 നിലയിൽ പൊട്ടിന്നല്ല സാറേ, പൊട്ടിച്ചു. എക്സൈസുകാർ വന്ന് ചട്ടി തല്ലി പൊട്ടിച്ചതോടുകൂടി ബിസിനസ് പൊളിഞ്ഞു. സ്വന്തം സ്റ്റാർട്ടപ്പ് തകർന്ന വിഷമത്തില് അപ്പൂപ്പൻ മാനസികമായി തളർന്നു. പിന്നെ മൂഡ് ഓഫ് ആയി, ഡിപ്രഷനായി, ദാരിദ്ര്യമായി, വീട്ടിലിരിപ്പായി, 10-12 പിള്ളേരായി. ഞാൻ പറഞ്ഞില്ലേ മാനസികമായി തളർന്നു എന്ന്. മാനസികമായേ തളർന്നുള്ളൂ. അവസാനം ഈ ചട്ടിയും കലവും വാങ്ങിയ ബാക്കി ചില്ലറക്കി കാട്ടുമുക്കിൽ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങി. അങ്ങനെ അവിടെ ജീവിച്ചപ്പോ അപ്പൂപ്പന് ഭയങ്കര അന്ത്യാഭിലാഷം.
ഈ 4 സെന്റ് ഭൂമി എന്റെ മക്കൾക്കും പേരമക്കൾക്കും തുല്യമായിട്ട് വീതിക്കണമെന്ന്. വീതം വെപ്പിന്റെ അന്ന് ഞാനും പോയി. മക്കളും പേരമക്കളുമായിട്ട് 52 പേര്. എനിക്ക് കിട്ടി ഒരു പിടി മണ്ണ്. ഒന്നും നോക്കിയില്ല, പ്ലാസ്റ്റിക് കവറിലിട്ട് ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്തിനു കാത്തു നിൽക്കണം? ഞാൻ എന്റെ മക്കൾക്കും വീതം വെച്ച് കൊടുത്തു. അവര് മണ്ണപ്പം ചുട്ട് കളിക്കട്ടേന്ന്. അതുകൊണ്ട് ആകെപ്പാടൊരു ഉപയോഗം ഉണ്ടായത് എന്റെ അനിയനാണ്. കപ്പലണ്ടി ബിസിനസ് തുടങ്ങാനുള്ള മൂലധനമായിട്ട് അവൻ ഈ മണ്ണ് ഉപയോഗിച്ചു. സത്യം പറയാലോ, ഇങ്ങനെ അങ്ങനെയൊന്നും തളരുന്ന ആളല്ല ഞാൻ. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് മൊബൈലില് വീട്ടിലിരുന്ന് മാസം 40,000 മുതൽ 50,000 സമ്പാദിക്കാന്നൊരു പരസ്യം. മെസ്സേജ് അയച്ചു. അവൻ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് 1000 രൂപ. 1000 പോയാൽ എന്താ, 40,000 കിട്ടുമല്ലോ. 1000 അയച്ചതിൽ പിന്നെ അവന്റെ അഡ്രസ് ഇല്ല. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവന്റെ ഈ മാസത്തെ ടാർഗറ്റ് എന്റെ 1000 തികഞ്ഞൂന്ന്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മുറ്റത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ ഒരു ചേച്ചി അമ്മ വല്ലതും തരണേന്ന്. സത്യം പറയാലോ ആര്യ ചേച്ചി, ഞാനും ആ ചേച്ചിയും തമ്മിൽ കോസ്റ്റ്യൂമും ഡയലോഗും മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം അവസ്ഥയാ. അങ്ങനെ മനസ്സ് വളർത്താൻ ഞാൻ തയ്യാറല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും. അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാന്ന്. അങ്ങനെ ഞാൻ ഒരു കുടുക്ക ഉണ്ടാക്കി അതിൽ പൈസ ഇട്ട് വെക്കാൻ തുടങ്ങി. അത് നിറയാറാവുമ്പോ ഈ പാവത്തിന് എന്തെങ്കിലും ആവശ്യം വരും, പൊട്ടിക്കും. വീണ്ടും നിറയ്ക്കും, പൊട്ടിക്കും. വീണ്ടും നിറയ്ക്കും, പൊട്ടിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ആ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടത് ഈ ഞാനാണെന്ന്. ഞാൻ വന്നപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാണ് ഈ പെട്ടി, എന്തിനാണ് ഈ പെട്ടിന്ന്? ഈ പാവത്തിനെ സഹായിക്കാനാണ് ആ പെട്ടി. അപ്പോ ഇവരെല്ലാരും സംഭാവന ഇട്ടു. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് താഴെ ഒരു QR കോഡ് പോകുന്നുണ്ട്, അതിലൂടെ സംഭാവന ഇടാം. മൈ ഡിയർ ഓഡിയൻസ്, ഇനി നിങ്ങളുടെ ഊഴമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. താങ്ക് യു. ലിയ എന്ത് ചേട്ടാ? വളരെ നന്നായിരുന്നു ലിയ, വളരെ ലിയ. ഈ ചില ആൾക്കാരോട് നമുക്കുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞത് അവര് അതിനുവേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്ക് നമുക്ക് ആ പെർഫോമൻസിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. ലിയ ഒന്ന് എഴുതി വെട്ടി ചെറുതാക്കി തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെതായ ഒരു ഗുണം ലിയയുടെ സ്ക്രിപ്റ്റിനുണ്ട്. അതിലെല്ലാ തമാശകളും വർക്കൗട്ടായി നല്ല രസമായിട്ട് പോകുന്നു. നമുക്ക് ഇനി അതിന്റെ പ്രകടനത്തെ പറ്റി ഒന്നും പറയുന്ന സമയമുണ്ടല്ലോ. ലിയയുടെ ഹോട്ടൽ എങ്ങനെ പോകുന്നുണ്ടെന്ന് പറ. കുഴപ്പമില്ലാതെ പോകുന്നു ചേട്ടാ. വലിയ ഇച്ചിരി ഡള്ളായി ഇടയ്ക്ക് മഴയൊക്കെ ആയപ്പോഴേ. ആ പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ഇവർക്ക് ഒരു ഹോംലി മെസ് ഒക്കെ ഉണ്ട് ലിയക്ക്, പാലക്കാട് ഭാഗത്ത്. ആ പിന്നല്ലേ. ആ ഉണ്ട് ചേട്ടാ, ഇടയ്ക്ക് വരുമ്പോ അങ്ങടൊക്കെ ഒന്ന് കയറണേ. ഫ്രീ ആയിട്ട് ഭക്ഷണം തരുമോ? ഫ്രീ ആയിട്ട് ഭക്ഷണം തരും. ലിയയുടെ ഒരു സംഭവം വെച്ചാലേ, ലിയ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാം, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ലിയ ഇന്നിവിടെ പ്രസന്റ് ചെയ്ത് മുഴുവൻ ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അല്ലേ, ലോണിനെ കുറിച്ച് പറഞ്ഞു വന്നു. അപ്പൊ ഇവരെല്ലാം കൈയടിക്കാനുള്ള കാരണം വെച്ചാൽ അവർക്കെല്ലാം കണക്റ്റായി വിഷയങ്ങൾ മാത്രം എടുത്ത് ഉഗ്രനെടുത്ത് പ്രസന്റ് ചെയ്യും. ജീവിതത്തിൽ നിന്ന് ചുരണ്ടി എടുത്ത അല്ല, അതെ, ഇത് എല്ലാവരുടെ പ്രശ്നങ്ങളാണ് അല്ലെ, ലോണിന്റെ കാര്യങ്ങളാണ്. നല്ല രസമായിട്ട് ലിയ പ്രസന്റ് ചെയ്യുന്നുള്ളത്. ഒരു ഗർഭിണിക്ക് പ്രോമിസ് ചെയ്തിട്ടാ പോയത് കഴിഞ്ഞ പ്രാവശ്യം. ചാക്കോച്ചൻ സാക്ഷി അടുത്ത പ്രാവശ്യം വരുമ്പോ പൊരിച്ച മീൻ വെച്ച ഒരു പൊതിച്ചോറ് ഇനി കൊണ്ടുവരാൻ എവിടെ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും. പക്ഷെ ലിയ ഈ ആര്യ പൊട്ടിച്ചിരിച്ചൊരു വേടുണ്ട് അവിടെ. അപ്പൂപ്പന് ഡിപ്രഷൻ ആണെങ്കിലും അപ്പൂപ്പന്റെ മനസ്സ് തളർന്നുള്ളൂ, മാനസികമായിട്ട് തളർത്തുള്ളൂ. ലിയ ഇങ്ങ് വന്നിട്ടേ ഈ പെട്ടി എടുത്തിട്ട് അതുപോലെ വന്ന വഴി പൊക്കോളൂ കേട്ടോ. ഓടിവാ കുഞ്ഞോടിവാ. ഇതിനകത്ത് നമ്മൾ കുറച്ച് സഹായ നിധിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വരുമ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള ചാളയും സാധനങ്ങളൊക്കെ തന്നാ മതി കേട്ടോ. ബേബി സാറേ കൊഴപ്പായിന്നാ തോന്നണേട്ടാ. ആ പിള്ളേര് കൊണ്ട് കേസ് കൊടുത്തു. മോളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്റെ തലയ്ക്ക് എന്ത് കുഴപ്പം? അതല്ല, ഈ മോളുടെ തലയ്ക്കാണോ പന്ത് അടിച്ചു കൊണ്ടത്? അയ്യോ, എന്റെ തലയ്ക്കല്ല, ഇവിടുത്തെ മാഡത്തിന്റെ തലയ്ക്കാ. അയ്യോ, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ജയപാലൻ, വക്കീലാണ്. നിങ്ങൾ പോലീസ് ഡ്രസ് ഒന്നല്ലോ ഇട്ടേക്കണത്, പിന്നെ അഡ്വക്കേറ്റ് ജയപാലൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വക്കീലാന്ന് പറയേണ്ട കാര്യം കൂടി ഉണ്ടോ? പുള്ളിക്ക് തന്നെ എന്തോ ഒരു വിശ്വാസക്കുറവുണ്ടെന്ന് തോന്നുന്നു. അല്ല നിന്റെ പേരെന്നാന്ന് പറഞ്ഞേ? ജയപാലൻ. നീ എല്ലാ കേസും ജയിച്ചിട്ടുണ്ടോ? ഞാൻ വാദിക്കുന്ന എല്ലാ കേസും ജയിച്ച പോലെയാണ്. അപ്പൊ ജയ പോലെന്നല്ലേ ഉണ്ടേ? അല്ല, അതെ, ഞാൻ നിങ്ങളായിട്ടൊരു തർക്കത്തിന് വേണ്ടി വന്നതല്ല. ഈ മോൻ എന്റെ മോനാണ്. എന്താ വിളിച്ചിട്ട് പോയെന്നറിയാമല്ല, മക്കളെ വളർത്തുന്ന പോലെ വളർത്തണം, അറിയാമോ? നീ തന്നെ പറയണോ അത്? എന്റെ പെണ്ണുമ്പിള്ളയുടെ പാലടിച്ച് പൊളിക്കാൻ നോക്കിയവനോ. അല്ല സാറേ, ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഒരു മനഃപൂർവ്വം ചെയ്തതല്ലോ. എന്താ ബേബി സാറിന്റെ വീടാന്ന് അറിയാൻ പാടില്ല അവർക്ക്? ബേബി മുതലാളിയുടെ വീടാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ കുട്ടികൾ പന്ത് കളിച്ചടിച്ചത്. ഇതൊക്കെ പിള്ളേർക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇത്രയും കാറുകള് നിരത്തി വീടിന്റെ മുറ്റത്തിട്ടേക്കാണ്. പുറത്ത് ബേബി മുതലാളി എന്നുള്ള ബോർഡും ഉണ്ട്.
എന്നിട്ട് ബേബി മോഹൻലാലിനെ അറിയാൻ പാടില്ല. അല്ല, ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഫുൾ ടൈം കോടതിയിലായിരിക്കും. ഓ അപ്പൊ ഈ കോടതി അല്ലാത്ത സമയത്തോ? കോടതി അല്ലാത്ത സമയത്ത് ഞാൻ ബാറിലായിരിക്കും. നല്ല കള്ളോടിയാണല്ലേ. കാറ് മൂട്ടി കഴിഞ്ഞാലോ? അയ്യോ, ആ ബാറല്ല, ബാർ അസോസിയേഷൻ. കേസിൽ കുറെ കാര്യങ്ങളും ചർച്ചകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. അതേടാ വിന്നർ ബാല. ജയപാലിനെ ഇംഗ്ലീഷിൽ വിളിച്ചതാ. നീയേ നീ ഉണ്ടല്ല, ഈ മുതലാളിയാണല്ലോ ഇവൻ. ഇവനെ കണ്ട ഒരു ലുക്കില്ല. ബേബി മുതലാളി എന്ന് എഴുതി വെച്ചാൽ ബേബി മുതലാളിയായിട്ട് തോന്നൂല്ല. അതാണ് കുഴപ്പം, അല്ലാണ്ട് പിള്ളേരെ കുഴപ്പമല്ല. അല്ല ബേബി മോലാളി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു വക്കീൽ എന്ന നിലയ്ക്ക് എനിക്ക് കേസ് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് അത് സാധാ കോടതിയിൽ നിന്ന് ജില്ലാ കോടതിയിലേക്ക്, ജില്ലാ കോടതി ഹൈക്കോടതിയിലേക്ക്, ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ഞാനും വരും. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കൊരു കോംപ്രമൈസ് ആവശ്യമില്ലാന്നോ? ഒരു ഗർഭിണിയോട് ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്തിട്ട് അതിന്റെ ആവശ്യം ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? മറ്റേ നിയമം അറിയാവുന്ന ഒരാളാണല്ലോ. അതെ. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അവളെ ഈ കൊച്ചുങ്ങളെ ഉണ്ടല്ലോ മാനസികമായിട്ട് തളർത്തി അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചതുകൊണ്ട് ഇയാളൊരു കേസ് കൊടുത്താണ്ടല്ല എന്റെ കെട്ടിയോൻ ജയിലിൽ പോണ വഴി അറിയൂല. നിയമം അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയണേ. പറഞ്ഞോളൂ. ഒരു മനുഷ്യന്റെ കഴുത്തിന്റെ മേളിലോട്ട് മറ്റൊരാൾ ആഘാതം ഏൽപ്പിച്ചാൽ അത് ഏതോ ഒരു IPC 301 പ്രകാരം വധശിക്ഷ അല്ലേ? ഈ കൊച്ചു കുഞ്ഞിന്റെ പേരിലൊക്കെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷേ അതെ അതെ സാറേ, അതായത് ഇപ്പൊ കൊച്ചുങ്ങളുടെ അച്ഛൻ വന്നല്ലോ, പുള്ളി വന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഒരു ക്ഷമ ചോദിച്ചിട്ട് ഈ പ്രശ്നം കൂടെ അവസാനിപ്പിച്ചാൽ ബോളം കൊടുത്താൽ മതിയല്ലോ. പിന്നർവാല, നീ പറഞ്ഞില്ലേ ഇപ്പൊ കുട്ടികളുടെ പേരിൽ കേസെടുക്കാൻ പറ്റൂലെന്ന്. അപ്പുറത്തെ വീട്ടിൽ അഹമ്മദ് കുട്ടിയുടെ പേരിൽ കേസുണ്ടല്ലോ. അവിടെ വളവി താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ പേരിൽ കേസുണ്ടല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തില് ഈ ബോൾ അടിച്ചത് എന്റെ മോനല്ല, അപ്പൂസ്. ഞാൻ അന്വേഷിച്ചു. നീ പറഞ്ഞ നേരത്തെ നിന്റെ മോനാണെന്ന്. എന്റെ മോനാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ബോൾ അടിച്ചത് അപ്പൂസാണ്. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇനി ഈ കുട്ടിയാണ് ബോൾ അടിച്ചെന്ന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? അത് കോടതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നാ അപ്പൂസിനെ വിളിക്കേ. അപ്പൂസ് വരട്ടെ. ഈ അപ്പൂസിന്റെ അച്ഛൻ മരിച്ചുപോയി. ഇവൻ ബോൾ കൊണ്ട് അടിച്ചതായിരിക്കുള്ളൂ. അല്ല, അപ്പൊ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഒരു അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ അവന്റെ നിൽക്കുന്നത്. അതെവിടെ സെന്റിമെന്റ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൂസ് വന്ന് ഇവിടെ വന്നൊരു മാപ്പ് പറയണ്ട ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല. അങ്ങനെ ചെയ്തൂടെ? ശരി, കുഴപ്പമില്ല. ഞാൻ അപ്പൂസിനെ വിളിച്ചുകൊണ്ട് വരാം. ഇതോടെ ഈ പ്രശ്നം ഇവിടെ തീരണം. ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി നമ്മൾ വളർത്തരുത്. അപ്പൂസ് ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാവരുടെ അടുത്തും സോറി പറഞ്ഞ ഈ പ്രശ്നം തീർക്കാം. അല്ലാതെ തീരില്ല. അപ്പൂസ് ആൻഡ് ഫാദർ സേ സോറി. അപ്പൊ വക്കീലേ, അപ്പൂസായാലും കുബൂസായാലും രണ്ടെണ്ണം ഞാൻ കൊടുക്കും. അല്ല, അവനൊരു സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ കൊടുക്കണ്ടേ? രണ്ടെണ്ണം കൊടുത്തിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. മൈ ദി ഫ്യൂച്ചർ മൈ ഇൻസ്പെഷ്യൽ സ്റ്റോറി. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി ഒരു ഹോട്ടൽ കം ബാറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാണ് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. അപ്പോൾ പാട്ടുകളെ പറ്റി സംസാരിക്കുകയാണ്. പാട്ടുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ബിച്ചു തെരുമല എന്നു പേരുള്ള അനശ്വരനായ ലിറിസിസ്റ്റിനെ പറ്റി ഞങ്ങൾ സംസാരിക്കാനിടയായി. എന്തെല്ലാം തരത്തിലുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം എന്നുള്ള പാട്ടും അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഉന്നം പറന്ന് തെന്നിപ്പറന്ന എന്നുള്ള പാട്ടിനകത്ത് മാറാലയും ചെമ്പല്ലിയും മേൽക്കൂര താങ്ങുന്നു എന്ന് തോന്നുന്ന ഉദാഹരണങ്ങളും ഉപമകളും പടകാളി ചണ്ടി ചെങ്കിരി എന്നുള്ള പാട്ട്, അങ്ങനെ വിധത്തിലും തരത്തിലുമുള്ള ആയിരക്കണക്കിന് പാട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ് ബിച്ചു തിരുമല സാർ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ എന്റെ കൂടെ വന്ന സുഹൃത്തിനോട് ഇങ്ങനെ ഈ എഴുത്തുകാരനെ പറ്റിയായി ഞങ്ങളുടെ സംസാരം. ഇങ്ങനെ കുറെ നേരം സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെട്ടമുള്ള ലൈറ്റ് ഇട്ടു. ഇവിടെ ഇറങ്ങിപ്പോ എന്നുള്ള അർത്ഥത്തിൽ ലൈറ്റ് ഇടുമല്ലോ. അപ്പോ കുറച്ചുകൂടെ വെട്ടമുള്ള ലൈറ്റ് വന്നപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അപ്പൊ ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ അപ്പുറത്തെ ടേബിളിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട്. നമ്മൾ അത്രയും നേരം അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകളെ പറ്റി ഏതാണ്ട് 1 മണിക്കൂർ സംസാരിക്കുന്നു. പെട്ടെന്നൊരു വെട്ടം വരുമ്പോൾ നേരെ അപ്പുറത്ത് അദ്ദേഹം ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു വാശിപ്പുറത്തുണ്ടായ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു തന്നു. 1979 മറ്റേ ഇറങ്ങിയ IV ശശി സാറിന്റെ അനുപല്ലവി എന്ന് പറയുന്ന പടം, അതിന്റെ റെക്കോർഡിംഗ് സമയത്ത് KJ ജോയ് എന്ന് പറയുന്ന സംഗീത സംവിധായകനും ബിച്ചു തിരുമല സാറും നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ ഇരുന്നപ്പം വരികളെ പറ്റിയും പാട്ടിനെയൊക്കെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്ന പോലെ അവർ ക്രിയേറ്റീവായിട്ട് അവർ ചെയ്ത വർക്കിനെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു വാശിപ്പുറത്ത് KJ ജോയ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ബിച്ചു തിരുമലയോട് പറഞ്ഞു, ഞാനൊരു സാധനം പറയാം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതിനൊരു വരി എഴുതും, നമുക്ക് അതിലൊരു പാട്ടുണ്ടാക്കാം. പറയൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു 1
1 2 1 2 3 1 2 3 4 എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. സംഗീത സംവിധാനം പറയാണ് 1 1 2 1 2 3 1 2 3 4 എന്ന് പറഞ്ഞു. ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തു. അദ്ദേഹം അപ്പൊ തന്നെ എഴുതി എൻ സ്വരം പൂവിടും രാഗമേ. അതാണ് 1 1 2 1 2 3 1 2 3 4 എന്ന് പറഞ്ഞ ആ പാട്ടാണ് എൻ സ്വരം എന്ന് പറയുന്ന വളരെ ജനകീയമായ, നമ്മളെല്ലാം എത്രയോ കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. അപ്പം അത്രയും ജനകീയമായ ഒരു പാട്ടുണ്ടാകുന്നത് പ്രതിഭാധനനായ ഒരാൾക്ക് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ചലഞ്ചിൽ നിന്നാണ്. അപ്പൊ ചില സമയത്ത് ചില കാര്യങ്ങൾ നേടിയെടുക്കുക, ചില ജയങ്ങൾ നേടുക എന്നുള്ളത് നമ്മളൊരു വാശിയായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ, ആ വാശി ജയിക്കുകയാണെങ്കിൽ എപ്പോഴും കാലത്തെ അതിജീവിക്കുന്ന അമൂല്യങ്ങളായ കലാസൃഷ്ടികൾ ഉണ്ടാകും. തീർച്ചയായിട്ടും. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായി എത്തുന്നു സംഗീത. ഹലോ സംഗീത ചേച്ചി, നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു മുഖമാണ് അല്ലേ ചേട്ടാ? അതെ അതെ. സംഗീത എവിടുന്നാ വരുന്നത്? ഞാൻ എറണാകുളം ജില്ലയിൽ തന്നെ കരിമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. സംഗീത ഇത് ആദ്യമായിട്ടാണോ സ്റ്റാൻഡപ്പ് കോമഡി? അല്ല, ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ജഡ്ജസ് ആയിട്ട് സാറ് തന്നെ ഇരുന്നത്. ആരാണ്? രമേശ് സാറ്. രമേശ് ആണോ? ആ, ഓക്കെ. ഞാൻ ശരിക്കും ഇതില് പ്രൊമോഷൻ കിട്ടി സുപ്രീം കോടതിയിലെ സ്റ്റാൻഡപ്പ് കോടതി ജഡ്ജ് ആവാനുള്ള ആളായി ഈ പോയി 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 തോന്നുന്നു. സംഗീത എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഇതിലാണ് ഇപ്പം എന്നെ വർക്ക് ചെയ്യണേ. പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അതെന്താ സംഭവം? ഞാൻ കണ്ടന്റാ ഉദ്ദേശിച്ചത് സാറേ. ടെൻഷനോ? എന്താ ചെയ്യുന്നതെന്ന് കൊറിയർ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പം ഒന്നും ചെയ്യണില്ല. അത് ഹോട്ടലിൽ ഒരിക്കൽ ചെന്നപ്പോഴേ നമ്മളെ അറിയാലോ വെയിറ്റർക്ക്. അപ്പൊ ഞാൻ വെയിറ്റർ വന്നപ്പം ഞാൻ അയാള് വെയിറ്ററായിട്ട് തന്നെ വിളമ്പാൻ വന്ന ആളെന്നുള്ള രീതി തന്നെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വെച്ചാ എന്തൊക്കെയുണ്ട് ചെപ്പളി, ഓ ഇങ്ങനെ പോണെന്ന്. ഞാൻ കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചേ, പുള്ളി എന്നോട് വിശേഷം ചോദിച്ചാന്ന് പറഞ്ഞിട്ട് ഓ സുഖമായിട്ട് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലാരൊക്കെ? ഹസ്ബൻഡും മോളും. മോള് എന്ത് ചെയ്യുന്നു? മോള് 8ാം ക്ലാസ്സില്. മോളുടെ പേര് ജെനിഫർ. ജെനിഫർ. സംഗീതക്ക് ജെനിഫർ. അത് ഹസ്ബൻഡിന്റെ ഒരു റിക്കോ എന്നാണ്. റിക്കോ? റിക്കോ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. പക്ഷേ ഈ പേര് അങ്ങനെ റയർ പേര് റിക്കോ. അതെ, സ്റ്റാൻഡപ്പ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ റിക്കോനെ എവിടുന്ന് ആദ്യം കണ്ടത്? അത് പറയാം. ഞാനൊരു +2 പഠിക്കണ ടൈമൊക്കെ. അപ്പോഴാണ് റിക്കോനെ ആദ്യം എവിടെ വെച്ചാ കണ്ടത്? വീടിന്റെ അയൽവാസിയാളോ, എന്നെ ചെറുപ്പത്തിലൊക്കെ എടുത്തോണ്ട് കിടന്ന പുള്ളിയാ. പുള്ളി ഇന്ന് എന്നോട് പറയണത് അന്ന് ഞാൻ ജോലി കയറ്റിയതാ, ഇന്നും എനിക്ക് താഴ്ത്തു വെക്കാൻ പറ്റിയിട്ടില്ല. റിക്കോ ആള് കൊള്ളാലോ. അപ്പൊ ലവ് മാരേജ് വീട്ടിൽ സമ്മതിച്ചായിരുന്നു? ആദ്യമൊക്കെ ഇവര് സമ്മതിച്ചാലേ, പക്ഷെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 6 വർഷത്തോളം വെയിറ്റ് ചെയ്ത് നിന്ന്. അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് സമ്മതിച്ച്. അതായത് ഈ 6 വർഷം നിങ്ങള് 6 വർഷം എന്റെ പോയിന്നേ. ഒരു റൊമാൻറ്റിക് ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു കാര്യം ചെയ്യും, റിക്കോയെ മനസ്സിൽ ധ്യാനിച്ച് അതെ തുടങ്ങിക്കോളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു. പ്രജേട്ട എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പല്ലിക്കുഞ്ഞു ഇറക്കും പോലെ എന്റെ കൈയും കാലും ഇറക്കണ മനസ്സിലായില്ല. അതെനിക്ക് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമില്ലാത്ത സാധന, എന്നാലും എന്നെ പോലെയുള്ള ആൾക്കാര് ഇത് തല കിട്ടി അത് ചുമന്നോട്ട് നടക്കും. മനസ്സിലായോ? ടെൻഷൻ. അപ്പൊ എന്റെ സബ്ജക്റ്റും ടെൻഷനാട്ടോ. എന്റെ പേര് സംഗീത, എറണാകുളം ജില്ലയിലെ കരിമുകൾ എന്ന സ്ഥലത്ത് നിന്നാട്ടോ വരുന്നത്. അത് മാത്രം ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ പറയും. ഞാൻ ഇന്ന് ബസ് കയറി ഇവിടെ എത്തണ വരെ ആ കണ്ടക്ടർ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒരു നോട്ട തന്നെ, പിന്നെ സൈഡിൽ മാറി നിന്നിട്ട് രൂക്ഷമായിട്ട് നോക്കണം. എനിക്ക് പിന്നെ ടെൻഷൻ അടിക്കാൻ പിന്നെ വേറെ വല്ലതും വേണോ? പക്ഷെ എന്നാലും ചേച്ചി നമ്മൾ വിട്ടുകൊടുക്കാമോ? എടപ്പള്ളി എത്താറായപ്പോ ഞാൻ ആ ടിക്കറ്റ് അങ്ങ് എടുത്തു. പുള്ളിയുടെ നോട്ടവും നിർത്തി, എന്റെ ടെൻഷനും മാറി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങപ്പോഴേ ഒരു ചെറുക്കൻ ബൈക്കും കൊണ്ട് തീരെ പ്രകടനപത്രികയല്ല, അഭ്യാസ പ്രകടനം. ഞാൻ എന്നിട്ട് ഇത് നോക്കി നിന്നപ്പോ ഇവൻ അവിടെ കിടന്ന് ബൈക്ക് ഓടിക്കണ്, നിന്ന് ബൈക്ക് ഓടിക്കണ്. അതും പോരാത്തന്നെ അവിടെ നിന്ന് ഏറ്റവും നല്ലൊരു കുഴി തെരഞ്ഞെടുത്ത് അവൻ അതിൽ മരണക്കിണറിൽ ഓടിക്കും പോലെ കിടന്ന് കുടിച്ചോണ്ടിരിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള തിരക്കണ്ട് ഞാൻ ഓടി ഇങ്ങ് പോന്നൂട്ടാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയാ, എടി ആ ചെറുക്കൻ തല തല്ലി വീണ് ആശുപത്രിയിൽ എടുത്തോണ്ട് പോയേക്കുന്നു. എനിക്ക് അപ്പോഴാ സമാധാനമായത്. ഞാൻ എന്താ സംഭവിക്കണേന്ന് അറിയാതെ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അച്ഛൻ്റെ ടെൻഷൻ. കരിങ്കല്ല് ചുമന്നാണെങ്കിലും മോളെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ഡോക്ടറാക്കണമെന്ന്. കരിങ്കല്ല് ചുമന്നിട്ടേ ഉച്ചയ്ക്ക് അമ്മ ഇത്തിരി ചാളക്കറി കൊടുത്തിട്ട് ആ ഒരു കഷ്ണം ചാള എടുത്ത് വായിൽ വയ്ക്കാൻ തുടങ്ങിയത്. അതേ മുന്നും കുത്തി പ്ലേറ്റ് ചെയ്ത്. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. സാവിത്രി ആൻറ്റിയുടെ കല്യാണത്തിന് ആ ചോറിൻ്റെ മുകളിൽ വേണം മുരിങ്ങാക്കോലെടുത്ത് മാറ്റാനായിട്ട് പന്തല് പണിക്കാർ പന്തലയക്കണവരെ നോക്കി നാളെ എൻ്റെ അച്ഛൻ. ഇനിയിപ്പോൾ അതേ അടുത്ത വയനാട്ടിലൊരു കല്യാണം പറഞ്ഞേക്കുക, ചിക്കൻ ബിരിയാണിയാ. ദൈവം ആ ഇനി എല്ലാം എടുത്ത് മാറ്റാനായിട്ട് ഞാൻ കൂപ്പിന്ന് ആനേനെ വിളിച്ചോണ്ട് വരണം. ഇനിയിപ്പോൾ ഈ അരിക്കൊമ്പനും കറിക്കൊമ്പനൊക്കെ ഉള്ള കാരണം വലിയ പ്രശ്നമില്ലാന്ന് തോന്നണം. സത്യം പറഞ്ഞാൽ അരെ രമേശ് ചേട്ടാ, അച്ഛന് തൊഴിലുറപ്പ് പണിക്ക് വിടുന്നുണ്ട്. ഈ അച്ഛനെ കണ്ടിട്ടാന്ന് തോന്നണം ആ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ പറയാം ഒരു ദർപ്പപ്പുല്ലെങ്കിലും എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമുള്ളവർ ഇനി ഞങ്ങൾ പണിക്കിറക്കണുള്ളൂ. സത്യം പറഞ്ഞ ആര്യേച്ചേ, എൻ്റെ അച്ഛനായ കാരണം പറയണല്ല കേട്ടോ. റോട്ടിയിട്ട് ഇറങ്ങി നിന്ന സൂചിയാണോ നിൽക്കണേ നൂലാണോ നിൽക്കണേന്ന് നമ്മൾ ചെന്ന് തൊട്ടു നോക്കണം. ആ പിന്നെ അച്ഛൻ എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ സഹായിക്കണ ദിശ തെറ്റി വന്ന കാറ്റ. ഈ 3 പ്രാവശ്യം രമണി ചേച്ചിയുടെ കുളിമുറിയുടെ സൈഡിൽ എൻ്റെ അച്ഛനെ കൊണ്ടുവന്നിട്ടത് ഈ നശിച്ച കാറ്റേ. അച്ഛനാണേട്ട് പറഞ്ഞിട്ടാ നാട്ടുകാർ വിശ്വസിച്ചാലും അച്ഛനറിയാന്ന് എനിക്കറിയാം സത്യം എന്നാന്നുള്ളത്. ഇനി ആകെ കൂടിയുള്ള ഒരു അമ്മായിയുടെ ടെൻഷൻ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം എന്നുള്ള ടെൻഷനിലാണ് അമ്മായി. പക്ഷെ ഈ ചാച്ചൻ എങ്ങനെയാണെന്നറിയോ? ചാച്ചൻ ഈ മാവേലീനെ വെല്ലണ കൊടവേറിൽ ഈ ബെൽറ്റ് ഒന്ന് കൂട്ടിമുട്ടിക്കാനാ ഈ പുള്ളി കിടന്ന് പാട് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ചാച്ചൻ പുറത്തായിട്ട് ഇറങ്ങി പോയാലും ഈ അമ്മായിക്ക് ഭയങ്കര ടെൻഷനാ. വേറെ ഒന്നല്ല, ഈ പുള്ളി ഭയങ്കര സഹായിയാന്നേ. പുള്ളി മതം പൊട്ടിയിരിക്കുന്ന ആനേനെ ചങ്ങല അടിക്കാൻ സഹായിക്കുക, പേ പിടിച്ചിരിക്കുന്ന ആൾക്ക് കടിക്കാൻ ആളെ കൊണ്ടുവന്ന് കൊടുക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ സഹായം. ഈ കഴിഞ്ഞ ദിവസം ഓണത്തിന് ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നില്ല? പക്ഷേ അടിപൊളിയായിരുന്നു. ആ ഈ ഓണത്തിന് മലക്കറി വാങ്ങാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇത് പോണ വഴിക്ക് ഒരു തുരപ്പം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞു ഓടന്ന് അത് പിടിക്കാൻ പോയ മലമ്പാമ്പ് കെട്ടുകൂടി കിടക്കണം. ചാച്ച ചെന്ന് പറഞ്ഞു ചമ്മണ്ട ഇങ്ങോട്ട് വാ ഞാൻ കെട്ടഴിച്ച് തരാമെന്ന്. എൻ്റെ ദേ വീട്ടിൽ അതിനെയും പിടിച്ചോണ്ട് പറഞ്ഞു. അമ്മായി ദൂരെന്ന് കണ്ടപ്പോഴേക്കും അമ്മായിയുടെ കിളി പോയി. എൻ്റെ ദൈവമേ ടെൻഷന് ഓടിച്ച് എന്നിട്ട് ആ മലക്കറി മേടിച്ച് പറമ്പിട്ടും കളഞ്ഞ് ആ മലമ്പാമ്പിനെ പിടിച്ചത് ഫ്രിഡ്ജിലും കൊണ്ടുവന്ന് വെച്ചേക്കണം. അമ്മായി പറയണ എന്നാന്നറിയോ? എൻ്റെ ദൈവമേ എന്തോ ഒരു ആലോചന എനിക്ക് വന്നതാ, എന്നിട്ട് ഞാൻ ഓടിക്കേറി വാതിലടച്ചത് ഈ പുലിമടയിലാളോന്നാ അമ്മായി പറയണത്. നമ്മൾക്ക് ഈ സുഖമില്ലാതെ ആകുമ്പോൾ ഈ ഡോക്ടറെ കാണാൻ പോകൂലേ, അമ്മയ്ക്ക് ടെൻഷൻ അടിച്ചാൽ അതുപോലെ അമ്മ ഈ ജോത്സ്യനെ കാണാനാ പോണത്. ഈ 4ാം ക്ലാസ്സിൽ 4 കൊല്ലത്തൊട്ട് നാട് വിട്ടുപോയതിൻ്റെ പേരിൽ എൻ്റെ അമ്മ മാത്രം ഉണ്ണീന്ന് വിളിക്കുന്ന ആ ജോത്സ്യം പറയാതെ രാവിലെ പുട്ടുകുറ്റിന്ന് പുട്ടുപോലും അമ്മ കുത്തി താഴ്ത്തിയിട്ടിടില്ല. ഈ കഴിഞ്ഞ മാസം ചാച്ചന് അറ്റാക്ക് വന്നപ്പോൾ ഈ ജോത്സ്യം വിളിച്ചു പറയാ എനിക്ക് പരിചയമുള്ള വീടാ, രാഹുകാലം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിയേച്ചാൽ മതിയെന്ന്. ഇത് കേട്ട് അമ്മ പറഞ്ഞു നിക്ക് ജോത്സ്യം പറയണ കേട്ടിട്ട് മതി, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. 10 മിനിറ്റ് മുമ്പ് എറണാകുളത്തോട്ട് പോകേണ്ട ചാച്ചനാ ദേ ഞാൻ അരമണിക്കൂർ മുമ്പേ പുറത്തുപേട്ടേക്കാന്നും പറഞ്ഞു അങ്ങ് പോയി അമലോകത്തേട്ട്. ആ ജോത്സ്യന്റെ നിപ്പൊന്ന് കാണണം, ഈ പോത്തിനെ മറന്ന കാലിനെ പോലെ ഞങ്ങളുടെ വാതൊക്കെ വന്ന് നിൽക്കുക. അതുകൊണ്ട് എന്തായി, ആ ആസ്പത്രി കൊടുക്കേണ്ട 10,000 രൂപ പുള്ളി തന്നെ ദക്ഷിണയായിട്ട് മേടിച്ചിട്ട് കർമ്മവും ചെയ്തു. കർമ്മഫലം ഒന്നും അല്ലാതെ എന്നാ പറയാനായിട്ടാ. ഈ 4 നേരവും കബഡി ഉരുട്ടി ചുരുണ്ടുകൂടി ഞവണിക്ക പോലെ ഇരിക്കണ ഈ ജോത്സ്യം പിന്നെയും പറഞ്ഞേക്കണേ ചിറ്റ കാരണം ജീവഹാനി ഉണ്ടാകും, ചിറ്റനെ കൊണ്ടുവന്ന് കാട്ടി കൊണ്ടുവന്ന് കളയാൻ അച്ഛനോട്. ആ പുള്ളി കാട്ടി ചെന്നപ്പോ പറയാ ചിറ്റ കാരണല്ല ചീറ്റ കാരണ ചുരുട്ടിക്കെട്ടി വള്ളി ഇടാൻ മറന്നുപോയി. ആ അമ്മ വേഗം വിളിച്ചു പറഞ്ഞു പുള്ളി മറന്നാലും ചുരുട്ടി കൂട്ടി പിടിക്കാൻ ചീറ്റ മറക്കില്ല, നിങ്ങളിങ്ങ് പോരേന്ന്. പിന്നെ കൊണ്ടുവന്ന് കളയാൻ പോയ ചിറ്റ എന്നെ ടോർച്ചടിച്ച് അച്ഛനെ വീട്ടിട്ട് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോഴേക്ക് സന്ധ്യയായി. ഇതേ അമ്മ സന്ധ്യാവിളക്ക് വെക്കണ സമയം. ഇതേ നേരെ കയറി വന്ന് വാതൊക്കെ വന്നിരിക്കാം. ഉമ്മറത്തുനിന്ന് മാറിയിരിക്കുക ഹനുമാൻ സ്വാമിക്ക് വിളക്ക് വെക്കാന്ന്. പാവ എൻ്റെ അച്ഛൻ ദയനീയ അവസ്ഥയിൽ അമ്മോട് ചോദിച്ചു എൻ്റെ സരസ്വതി 7 കടലും കടന്ന് ഈ ലങ്കയും കത്തിച്ച് വന്നിട്ട മനുഷ്യനാണോ ഈ വട്ടയിലേല് വീട്ടിലിരിക്കും പോലത്തെ എന്നെ വന്ന് മറികടക്കാനായിട്ട് പ്രയാസം. അതും പറയാ. അത് കഴിഞ്ഞിട്ട് അകത്തേട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചില്ലേലും വരാനുള്ളത് വഴി തങ്ങില്ല. പെട്രോൾ തീർന്ന ഇലക്ട്രിക് വണ്ടിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് എത്തിയിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടെൻഷൻ മൊത്തം അങ്ങ് മാറിട്ടോ. സംഗീതേ എന്തോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ മത്സരാർത്ഥികൾ വന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പം ചിലർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണും ആസ്വദിക്കും, ചിലര് നമ്മൾ സമ്മാനം കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ചിലര് വരുമ്പോഴാണ് നമുക്ക് ഇത് ഈ പ്രസ്ഥാനത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ ഈ വന്നേന്ന് തോന്നുന്നത്. അങ്ങനെ ഒരാളാണ് സംഗീത.
നമ്മളെ എഴുതാനൊക്കെ ഇരിക്കുമ്പോ പേ പിടിച്ച പട്ടിക്ക് കടിക്കാൻ ആളെ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ എങ്ങനെ ചിന്തിച്ച് അവിടം വരേക്ക് എത്തുന്നത്? പലതരത്തിലുള്ള ഭ്രാന്തമുണ്ട് അല്ലേ? നാട്ടിൽ നിന്ന് കിട്ടുന്ന ഐഡിയ, നാട്ടിൽ നീട്ടുന്ന ഐഡിയ. മലക്കറി എടുത്ത് വലിച്ചെറിഞ്ഞു സാധനല്ലേ. എല്ലാ തമാശകളും നന്നായിരുന്നു. താൻ ടെൻഷനൊക്കെ പറഞ്ഞെങ്കിലും തന്റെ അവതരണത്തിന് അങ്ങനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ല. താൻ അങ്ങനെ താനായിട്ട് നിന്നങ്ങ് പറഞ്ഞു പോകുന്നത് കൊണ്ട് അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. എല്ലാ തമാശകളും നന്നായിരുന്നു. റിക്കോയെ നമുക്ക് ഇച്ചിരി റൊമാൻറ്റിക് ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റാൻഡപ്പ് ഒന്നുമല്ല. എനിക്ക് റിക്കോയാണ് പറയാനുള്ളത്. റിക്കോ വീട്ടിൽ നിന്ന് പൊക്കോ. നല്ല രസമായിരുന്നു സംഖ്യ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ പരിപാടിയും കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, താങ്ക് യു സംഗീത. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഫൺ ബേബി ഫൺ 2025 എന്ന ജിമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക. എന്തേ അമൃത, ഈ ബേബി സാറിന്റെ ചൂടൊക്കെ കുറഞ്ഞു? ആയിട്ടില്ല എന്റെ സാറേ. അപ്പൂസിനെ കൊണ്ടുപോവാ. അല്ല, അപ്പൂസിനെ കൊണ്ടുവന്നുണ്ട്. ബേബി മോനാളി നമസ്കാരം. ജയപാലൻ. ഒരു കോംപ്രമൈസും എന്റെ പ്രതീക്ഷിക്കണ്ട. അപ്പൂസ് വരാതെ ഒരു പണി നടക്കൂല. അപ്പൂസ് വന്നിട്ടുണ്ട്. അപ്പൂസിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബേബി സാറേ, ഇതൊക്കെ ഒരു ചെറിയ വിഷയങ്ങളല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞാൽ തീർക്കാന്ന് കരുതിയല്ല. അങ്ങനെ ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ ഭാര്യയുടെ പ്രശ്നമല്ലേ? അതെ, ഞാനല്ലേ നോക്കേണ്ടത്. അല്ല, അപ്പൂസ് അറിഞ്ഞിട്ട് ചെയ്തതല്ലോ അത്. അതെ, പിള്ളേരാകുമ്പോ ക്രിക്കറ്റ് കളിക്കും, ബോൾ അടിക്കും. പറയേണ്ട വിഷയം ആ പയ്യ ഇവിടെ വന്ന അവന്റെ കറിനെ കുറ്റി അടിക്കാൻ പൊളിച്ചിട്ട് അക്ഷരമില്ലാത്ത കുട്ടിയാന്ന് ഓൾറെഡി ജയപാലൻ വക്കീല് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ഭാര്യക്കല്ലേ പറ്റിയത്? കാണിച്ചിട്ട് അവന്റെ കരടിക്കാൻ പൊളിക്കും. സാറേ, ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? എന്റെ ഭാര്യ തലക്കെട്ടടിച്ചിട്ട് പിന്നെ സ്പോർട്സ്മാൻ പറ്റി അവന്റെ ഇടിച്ചല്ലോ. അവന്റെ പാക്ക് ഞാൻ പ്ലീസ്. അവനോടെ അപ്പൂസ്, ഇതാണ് ഈ അപ്പൂസ്. ഇത് കാര്യം കഴിഞ്ഞല്ലോ. അല്ല ബേബി മോനാളി, ഒരു മാപ്പ് വേണമെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കാം. മാപ്പം വേണ്ട, ഒന്നും വേണ്ട. ഒന്നും പറയണ്ടേ, മാപ്പൊന്നും പറയണ്ടേ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. അപ്പൊ മാപ്പ് പറയണ്ടേ? വേണ്ട വേണ്ട വേണ്ട. എന്തിനാണ് മാപ്പ്? എവിടെ കൊണ്ടുവെക്കാനായിട്ടാണ്? ആ വക്കീൽ പറഞ്ഞിട്ടില്ലേ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ എല്ലാം കഴിഞ്ഞു. നമ്മൾ വെറുതെ എന്തിനാ ആൾക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കണത്? നമ്മൾ ഒരാൾക്ക് തല്ലുപിടിക്കാതെ മര്യാദ. ഒരു ബോളിന്റെ പ്രശ്നമല്ലേ? എന്റെ ഭാര്യയുടെ തലയല്ലേ, അത് ഇത്ര വലിയ തലയൊന്നും അല്ലത്. അങ്ങനെ വലിയൊരു പ്രശ്നം നമ്മൾ സോൾവ് ആക്കിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് അറിയണ്ടേ? രണ്ടുപേരും വേദിയിലേക്ക് വന്നോളൂ. നമ്മുടെ രണ്ട് കണ്ടസ്റ്റൻസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലിയ, അൻഷാദ് ആൻഡ് സംഗീത. ഇന്നത്തെ വേഴ്സസ് വാവ് മൊമെന്റ്. അതെ, സ്റ്റാൻഡപ്പ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ റിക്കോനെ എവിടുന്ന് ആദ്യം കണ്ടത്? ഞാനൊരു +2 പഠിക്കണ അപ്പോഴാണ് റിക്കോനെ ആദ്യം എവിടെ വെച്ചാ കണ്ടത്? വീടിന്റെ അയൽവാസിയാളോ, എന്നെ ചെറുപ്പത്തിലൊക്കെ എടുത്തോണ്ട് കിടന്ന പുള്ളിയാ. പുള്ളി ഇന്ന് എന്നോട് പറയണത് അന്ന് ഞാൻ ജോലി കയറ്റിയതാ, ഇന്നും എനിക്ക് താഴ്ത്തു വെക്കാൻ പറ്റിയിട്ടില്ല. റിക്കോ ആള് കൊള്ളാലോ. അപ്പൊ ലവ് മാരേജ് വീട്ടിൽ സമ്മതിച്ചായിരുന്നു? ആദ്യമൊക്കെ ഇവര് സമ്മതിച്ചാലേ, പക്ഷെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 6 വർഷത്തോളം വെയിറ്റ് ചെയ്ത് നിന്ന്. അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് സമ്മതിച്ച്. അതായത് ഈ 6 വർഷം നിങ്ങള് 6 വർഷം എന്റെ പോയിന്നേ. ഒരു റൊമാൻറ്റിക് ഇല്ലാത്ത മനുഷ്യനായിരുന്നു. രണ്ട് ഉഗ്രം പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. രണ്ട് പേരും വനിതകളായിരുന്നു.
നർമ്മത്തിന്റെ ഒരു മേഖലയിൽ പൊതുവെ നമ്മള് വനിതകൾ കുറവാണ്. അതിനിടയിൽ നിന്നും വരുന്ന വിരളമായ ആളുകളിൽ നിന്ന് ഇത്രയും അത്ഭുതകരമായ പ്രകടനം കാണുക എന്ന് പറയുന്നത് വലിയ ഒരു കൗതുകമാണ്, ആശ്ചര്യമാണ്. രണ്ടുപേരും ഗംഭീരമായിട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിച്ചു. വളരെ ശ്രമകരമായിരുന്നു ഇതിൽ ആരുടെ പരിപാടിയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കുന്നതിന്. എങ്കിലും കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പ്രകടനങ്ങളിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരൽപ്പം മികച്ചു നിന്നത് ലിയ ആൻഡ് ഷാൻ.